ഈ IS-നെ കുറിച്ച് നേരത്തെ ഒരു തിയറി ഉണ്ട്, കൺസ്പിറസി തിയറിയാണ്. ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിയാണ് അതൊരു കൺസ്പിറസി തിയറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ഒരു കാര്യം ഫാക്റ്റായിട്ടുണ്ട്. IS ഉണ്ടായത് മുതൽ അത് നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾ ഇതുവരെ ഇസ്രായേലിനെതിരെ ഒരു ഓപ്പറേഷൻ പോലും IS നടത്തിയിട്ടില്ല. ഒരു ഇസ്രായേലി നഗരത്തിലും ഒരു ആക്രമണം നടത്തിയിട്ടില്ല. ഒരു ഇസ്രായേലി സൈനികനെയും അവർ വധിച്ചിട്ടില്ല. ഒരു ഇസ്രായേലി ടാർഗറ്റും അവർ ഇതുവരെയും ബോംബ് വെച്ചിട്ടില്ല. ഇസ്രായേലിനെതിരിട്ട് നിൽക്കുന്ന റഷ്യയാണ് അവർ ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അവർ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് മുസ്ലിങ്ങളെ. അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ അവർ റഷ്യയെ ടാർഗറ്റ് ചെയ്യുന്നു. ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഫലസ്തീൻ്റെ കൂടെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ, സൂപ്പർ പവർ എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിട്ടുള്ള റഷ്യ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ IS-ൻ്റെ ആക്രമണം നടക്കുന്നത് എന്നാലോചിച്ചാൽ ഇതിൻ്റെ പുറകിൽ ആരാണ് എന്നതിനെക്കുറിച്ച് സംശയങ്ങളാണ് വരിക.